ദൈവനാമത്തിന് മഹത്വം. ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് ഈ സൺഡേ സ്കൂളിലേക്ക് എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. 10ാം ക്ലാസ്സിലെ 20ാം പാഠമാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. കഴിഞ്ഞ 2 ആഴ്ചകളിൽ നാം പഠിച്ച് വന്ന പാഠങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുള്ള ദുരുപദേശങ്ങൾ എന്നതാണ്. അതിൻ്റെ 3ാം ഭാഗത്തേക്ക് ഇന്ന് നമുക്ക് പ്രാർത്ഥനാപൂർവം പ്രവേശിക്കാം. നിങ്ങളുടെ വിലപ്പെട്ട സഹകരണവും ശ്രദ്ധയും ആയതിലേക്ക് വളരെ സ്നേഹപുരസ്സരം ക്ഷണിക്കുന്നു. ഇന്ന് നാം പഠിക്കുന്നത് ലോകത്തിൽ മിക്ക രാജ്യങ്ങളിലും ക്രൈസ്തവ വിശ്വാസത്തിന് എതിര് നിൽക്കുന്ന യഹോവ സാക്ഷികൾ എന്നറിയപ്പെടുന്ന ആ ദുരുപദേശ സംഘടനയെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ നാം ചിന്തിക്കുന്നത്. അതിനായി നമുക്ക് വായനാ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 18 വരെയും, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് നാം ആസ്പദമാക്കുന്നത്. മനപ്പാഠ വാക്യം യൂദായുടെ ലേഖനം 4-ാം വാക്യമാണ്. ഈ വേദവാക്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം വായിച്ച് പഠിക്കുവാൻ ശ്രമിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം, ത്രിയേകത്വം അഥവാ തൃത്വം, നിത്യനരകം മുതലായ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കാതലായ സനാതന സത്യങ്ങളെ തമസ്കരിക്കുന്ന വളരെ അപകടകരമായ ഒരു ക്രിസ്തീയ സംഘടനയാണ് യഹോവ സാക്ഷികൾ. അവർ യഥാർത്ഥത്തിൽ ക്രിസ്തീയ സംഘടനയല്ല. ക്രിസ്തീയ സംഘടന എന്ന വ്യാജേനെ നമ്മെ സമീപിച്ച് അവരുടെ മായാ പ്രപഞ്ചത്തിൽ നമ്മെ മോഹിപ്പിച്ച് കൊണ്ടുചെന്ന് നാം ഏത് വിശ്വാസം പിൻപറ്റുന്നുവോ അതിൽ നിന്നും വളരെ കൃത്യമായും കൃത്രിമമായും നമ്മെ വശീകരിക്കുന്ന ഒരു സാത്താന്യ സംഘമാണ് അത് എന്ന് നാം സഗൗരവം അറിയേണ്ട ഒരു കാര്യമാണ്. അവരെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത്. യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകാം. ഇല്ലെങ്കിൽ അവരെക്കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടതാണ്. വീക്ഷാഗോപുരം എന്നറിയപ്പെടുന്ന ഒരു മാസിക അവർക്കുണ്ട്, ഒരു സംഘടന അവർക്കുണ്ട്. അമേരിക്കയിലെ ചാൾസ് ടേസ് റസൽ എന്ന വ്യക്തി 1852 ഈ സംഘടന സ്ഥാപിച്ചത്. തൻ്റെ 18ാമത്തെ വയസ്സിൽ പെൻസിൽവാനിയയിൽ ഒരു ബൈബിൾ ക്ലാസ് ആരംഭിക്കുകയും തുടർന്ന് വീക്ഷാഗോപുര സംഘം സ്ഥാപിക്കുകയുമാണ് ഉണ്ടായത്. 1916 അദ്ദേഹം മരിച്ചപ്പോൾ ജോസഫ് ഫ്രാങ്ക്ലിൻ റൂദർഫോർഡ് എന്ന വ്യക്തി അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും തങ്ങളുടെ ഉപദേശങ്ങൾ നിരവധി ഗ്രന്ഥങ്ങളായി പ്രചരിപ്പിക്കുകയും അത് വിറ്റഴിക്കുകയും ചെയ്തു. 1931 അവർ യഹോവ സാക്ഷികൾ എന്ന നാമധേയം സ്വീകരിച്ചു. 1942 റൂദർഫോർഡ് മരിച്ചപ്പോൾ നാദാൽ എച്ച് നോർ എന്ന വ്യക്തി അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് വന്നു. ഭവന സന്ദർശനങ്ങൾ, പുസ്തക പ്രസിദ്ധീകരണങ്ങൾ, ട്രാക്റ്റുകൾ എല്ലാം വിതരണം ചെയ്യുകയായിരുന്നു അവരുടെ വ്യക്തമായ പദ്ധതി. അവർ സ്വന്തമായി ഒരു ബൈബിൾ പരിഭാഷ നിർവഹിച്ചിട്ടുണ്ട്. ദി ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ ഓഫ് ക്രിസ്ത്യൻ ഗ്രീക്ക് സ്ക്രിപ്ചേഴ്സ് എന്ന പേരിൽ
പുതിയ നിയമ പരിഭാഷ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവരുടെ പരിഭാഷ ലോകോത്തര നിലവാരമുള്ളതാണ്, സമുന്നതമായ ഗ്രീക്കാണ് എന്നൊക്കെ അവർ പറയാറുണ്ടെങ്കിലും അത് പരമ വ്യാജമാണ്. യാതൊരു നിലവാരവുമില്ലാത്ത ഗ്രീക്ക് ഭാഷയാണ് അതിൽ വിനിയോഗിച്ചിട്ടുള്ളത് എന്ന് ഗ്രീക്ക് ഭാഷയിൽ പ്രാവീണ്യം നേടിയ നിരവധി പേരുടെ സാക്ഷ്യം ഞാൻ വായിച്ചിട്ടുണ്ട്. അവരുടെ പ്രധാന ദുരുപദേശങ്ങൾ: ഒന്ന്, ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് സംസാരിക്കേണ്ടി വന്നാൽ ആദ്യം നിങ്ങൾ അവരെക്കുറിച്ചൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അവരെക്കുറിച്ച് ഗ്രന്ഥങ്ങളോ നെറ്റിലോ ഒക്കെ ഒന്ന് നോക്കിയിട്ട് അവരെക്കുറിച്ചൊരു സാമാന്യ പഠനം നടത്തിയിട്ടേ അവരുമായിട്ട് സംസാരിക്കാൻ പോകാവൂ. അതിനുവേണ്ടിയാണ് ഈ ക്ലാസ്. അവരുടെ പ്രധാന ദുരുപദേശങ്ങൾ: യഹോവ സാക്ഷികൾ ദൈവത്തിൻ്റെ തൃത്വത്തെ നിഷേധിക്കുന്നു. തൃത്വോപദേശം ബാബിലോൺ, ഈജിപ്റ്റ് എന്ന രാജ്യത്തിലെ മതങ്ങളിൽ നിന്നും കടമെടുത്തിട്ടുള്ള ഒരന്ധ വിശ്വാസമാണെന്നും അതൊരു പ്രാചീന ദുരാചാര വിശ്വാസമാണെന്നും അത് മനുഷ്യൻ പടുത്തുയർത്തിയതാണെന്നും അത് ദൈവികമല്ലെന്നും ഒക്കെ അവർ വാദിക്കുകയും അവർ പ്രചരിപ്പിക്കുകയും നമ്മെ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്ക് ഇവരെക്കുറിച്ച് വേണ്ടിയതാണ്. തൃത്വം എന്ന ആ മാർമിക രഹസ്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എലോഹീം എന്ന ബഹുവചന നാമരൂപമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ 2000-ലധികം പ്രാവശ്യം ഈ പദം നമുക്ക് കാണാം. ഉദാഹരണം ഉൽപ്പത്തി 1:26, അപ്പോസ്തല പ്രവൃത്തി 17:29, റോമർ 1:20, കൊലോസ്യർ 2:9 എന്നീ വേദഭാഗങ്ങളിലെല്ലാം എലോഹീം എന്ന പദം അത് ഒരു ബഹുവചന പദമാണ്. ദൈവത്തെ സംബോധന ചെയ്യുവാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം തന്നെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ, നാം എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ കാണുന്നു. അതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് അത് ഒരു ബഹുവചന സർവനാമം ആണ് എന്നതാണ്. ഉൽപ്പത്തി 1:26, 3:22, 11:7, യെശയ്യാവ് 6:8 ഈ ഭാഗങ്ങളിലെല്ലാം എബ്രായ ഭാഷയിൽ ഏകം എന്നതിന് അഹഡ് എന്നും ഇഹിഡ് എന്ന 2 വാക്കുകളുമാണ് ഉള്ളത്. ഇവയിൽ അഹഡ് സംയുക്ത ഏകത്വത്തെ കാണിക്കുന്നു. സംഖ്യ 13:23 വായിച്ചു നോക്കുക. ഉൽപ്പത്തി 2:24 ഇവർ ഏകദേഹമായി തീരും. ദൈവത്തിൻ്റെ ഏകത്വത്തെ സംബന്ധിച്ച് അഹഡ് എന്ന പദമാണ് സർവത്ര ഉപയോഗിച്ചിരിക്കുന്നത്. ഇഹഡ് എന്നത് വേർപിരിക്കുവാൻ പാടില്ലാത്ത ഏകത്വത്തെ കാണിക്കുന്നു എന്നതാണ്. ദൈവത്തെ പറ്റി പറയുമ്പോൾ ഈ പദം ഒരു പ്രാവശ്യം പോലും ഉപയോഗിച്ചിട്ടില്ല. മത്തായി 22:19, 2 കൊരിന്ത്യർ 13:14, 1 കൊരിന്ത്യർ 12:4 മുതൽ 6 വരെ, മത്തായി 3:16-17, യോഹന്നാൻ 14:16 ഈ വാക്യങ്ങളിലെല്ലാം പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒന്നായി ചേർത്ത് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഈ വാക്യങ്ങളെല്ലാം നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പസ്തോലിക ആശീർവാദത്തിലും പൗലോസ്ലീഹ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പല ലേഖനങ്ങളിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാണ്. ദൈവം ത്രിയേകനല്ലെങ്കിൽ, ദൈവത്തിൽ തൃത്വമില്ലെങ്കിൽ, ദൈവനാമത്തിൽ
ഞാൻ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നുവെന്നോ അല്ലെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നോ ഒക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതാണ്. തൃത്വം എന്ന പദം വേദപുസ്തകത്തിൽ ഇല്ല എന്നുള്ളത് പരമ യാഥാർത്ഥ്യമാണെങ്കിലും ആ ആശയും ആ സത്യവും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വേദപുസ്തകത്തിൻ്റെ ഓരോ ഗ്രന്ഥങ്ങളിലും വിളങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കും. 2, യഹോവ സാക്ഷികൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നു. 1, ത്രിത്വത്തെ നിഷേധിക്കുന്നു. വേദപുസ്തകത്തിലെ കാതലായ പരമസത്യമായ ത്രിത്വത്തെ നിഷേധിക്കുന്നു. 2, വേദപുസ്തകത്തിലെ ഏറ്റവും സുപ്രധാനമായ വ്യക്തിയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു ദൈവമല്ലെങ്കിൽ ബൈബിളിന് പ്രസക്തിയില്ല. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ യേശുക്രിസ്തുവിൻ്റെ അമാനുഷികത്വം, ദൈവത്വം, നിത്യത്വം ഇവയെല്ലാം നമുക്ക് വളരെ ശക്തമായി കാണാം. യേശുക്രിസ്തു ദൈവമല്ലെങ്കിൽ യേശുക്രിസ്തുവിന് പ്രസക്തിയില്ല, നമ്മെ പോലൊരു മനുഷ്യൻ മാത്രമാകാം. അതല്ല യേശുക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന പരമ യാഥാർത്ഥ്യം. യേശുക്രിസ്തു സർവശക്തനായ ദൈവമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ കാര്യഗൗരവമായി നാം ഇവരെക്കുറിച്ച് പഠിക്കേണ്ടതാണ്. ക്രിസ്തുവിൻ്റെ ദൈവത്വം പിതാവിനോട് സമത്വവും വ്യക്തവുമാകുന്ന പല വാക്യങ്ങൾ തിരുവചനത്തിലുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1:1, 17:5, കൊലോസ്യർ 1:17, 1 യോഹന്നാൻ 5:20, വെളിപ്പാട് 1:17, 22:13, പ്രവൃത്തി 10:36, 1 കൊരിന്ത്യർ 2:8, യെശയ്യാവ് 9:6, എബ്രായർ 1:8, തീത്തോസ് 2:12, റോമർ 9:5. ഈ വാക്യങ്ങളൊക്കെ നിങ്ങളോട് ഇത്ര ആവർത്തിച്ച് ഇത്ര ദൈർഘ്യമായി പറയുവാൻ കാരണം ഇതൊക്കെ ഞാൻ പറഞ്ഞ അഥവാ നാം പഠിക്കുന്ന പരമസത്യത്തിൻ്റെ ശക്തമായ തെളിവുകളാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. 3, യഹോവ സാക്ഷികൾ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വവും ദൈവത്വവും നിഷേധിക്കുന്നു. ആളത്വവും ദൈവത്വവും നിഷേധിക്കുന്നു. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ അദൃശ്യമായ കേവലം ഒരു ശക്തി മാത്രമാണ് എന്നാണ് അവർ ഇതിനെക്കുറിച്ച് പറയുന്നത്. പരിശുദ്ധാത്മാവ് ദൈവമല്ല, ദൈവത്വമില്ല, ദൈവത്തിൻ്റെ ഒരു ശക്തിയാണ് എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇച്ഛ, വികാരം, ചിന്ത, തീരുമാനശക്തി എന്നിവയോട് കൂടിയ ആളത്വമുള്ള, തനിക്ക് പിതാവിനോടും പുത്രനോടും ഒപ്പം ബന്ധവും ദൈവത്വവും ഉണ്ട് എന്ന് വളരെ ശക്തമായി ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് നാം മനസ്സിലാക്കേണ്ടതാണ്. അടുത്തത് നരകം, നരകത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ. നരകമില്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ശിക്ഷാവിധിയില്ല, നിത്യ ന്യായവിധിയില്ല. ഇതൊക്കെ അവർ പഠിപ്പിക്കുന്നു. വചനം ശക്തമായി പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് നിത്യനരകം. നരകത്തിൽ ഏറ്റവും കുറഞ്ഞത് 6 അവസ്ഥകളെങ്കിലും ഉണ്ടാകുമെന്ന് പൊതുവായി വേദപുസ്തകവും ഓടിച്ചു വായിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകും. ചാകാത്ത പുഴു, കെടാത്ത തീ, അഗ്നിപ്പൊയ്ക, കരച്ചിൽ, പല്ലുകടി, കൂരിരുട്ട്. പുതിയ നിയമം വായിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഈ 6 കാര്യങ്ങളെങ്കിലും നരകത്തിലുണ്ട് എന്നാണ്. ഈ നിത്യ ശിക്ഷയിൽ നിന്നും നമുക്ക് ഒഴിവ് നൽകുവാൻ നമ്മുടെ പാപത്തിന് പരിഹാരമായി യേശുക്രിസ്തുവിൻ്റെ പരമയാഗത്തിലൂടെ നമ്മെ രക്ഷിക്കുന്നു. ആ സദ്വാർത്തയാണ് സുവിശേഷം. നിത്യ നരകത്തിൽ നിന്നും അഥവാ നിത്യനാശത്തിൽ നിന്നുമുള്ള വീണ്ടെടുപ്പാണ് രക്ഷ. നിത്യനാശത്തിലേക്കും നിത്യനരകത്തിലേക്കും പാപം നിമിത്തം പോയിക്കൊണ്ടിരുന്ന നമ്മെ യേശുക്രിസ്തു തന്റെ മകൾ സ്നേഹത്താൽ തന്റെ കാൽവറി യാഗത്തിലൂടെ നമ്മെ മാടി വിളിച്ചു നമ്മെ നിർത്തിയിരിക്കുന്നു. ഈ പരമയാഥാർത്ഥ്യം ഇവർ നിഷേധിക്കുന്നു. ഒരുപാട് പേർ ഇവരുടെ പിന്നാലെ മുൻകാലങ്ങളിൽ പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ളവരുമായിട്ട് നാം തർക്കിക്കുവാനോ വാദിക്കുവാനോ ഒക്കെ
ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് മാത്രമേ പോകാവൂ എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ഇവര് നിത്യജീവനെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്, തർക്കശാസ്ത്രമാണ് ഇവർ വിനിയോഗിക്കുന്നത്. നാം ഒരു ചോദ്യം ചോദിച്ചാൽ വ്യക്തമായ ഉത്തരം അവർ പറയത്തില്ല. നമ്മോട് ചോദ്യം ചോദിച്ച് അവർ തെളിക്കുന്ന വഴിയെ നമ്മെ കൊണ്ടുപോവുക, അതാണ് അവരുടെ കുതന്ത്രം. തർക്കശാസ്ത്രമാണ് ഇവരുടെ പിടിച്ചു നിൽപ്പ്. ഇവരിൽ പലരുമായിട്ട് സംസാരിക്കുവാനും ഒക്കെ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല പുസ്തകങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. നിങ്ങളത് വായിക്കണം, പഠിക്കണം, ഗ്രഹിക്കണം. വീണ്ടും യേശുക്രിസ്തു യേശുവിൻ്റെ മനുഷ്യാവതാരം. ഒരു സാധാരണ മനുഷ്യനാണ് യേശുക്രിസ്തു എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. പാപിയായ മനുഷ്യൻ അനുതപിച്ച് പാപത്തിന് പരിഹാരം നേടണം. ഇവർ ഈ കാര്യങ്ങളെല്ലാം നിഷേധിച്ച് വെറും കപടവാദികളാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് ഇവർ പറയുമെങ്കിലും യേശുക്രിസ്തു സൃഷ്ടിതാവായി ഇവർ പരിഗണിക്കുന്നില്ല. യേശുക്രിസ്തു സൃഷ്ടിയാണ് എന്നാണ് അതിന് വാക്യം അവർ കാണിച്ചു തരും. യേശുക്രിസ്തു സൃഷ്ടിതാവാണ് എന്നൊക്കെ അവർ നമ്മെ തെറ്റിദ്ധരിപ്പിക്കും. കൊലോസ്യ ലേഖനത്തിലെ വാക്യം, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ സൃഷ്ടിയും സകലത്തിനും ആദ്യജാതനും. ആ വാക്യം പറഞ്ഞ് നമ്മെ തെറ്റി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവരിൽ നിന്നും ഒഴിഞ്ഞു മാറേണ്ടതാണ്. മാത്രമല്ല, യേശുക്രിസ്തു വന്നു എന്നവർ പഠിപ്പിക്കുന്നു. ഏറ്റവും വലിയ വ്യാജമാണ്. 1914 യേശുക്രിസ്തു വന്നു, ഇപ്പോൾ ഇവിടെ 1000 ആണ്ട് വാഴ്ചയാണ് നടക്കുന്നത് എന്നൊക്കെയാണ് അവർ പഠിപ്പിക്കുന്നത്. ഇത്രയും വിരോധാഭാസവും വിഡ്ഢിത്തരവും അവിശ്വസനീയമായ ഒരു കാര്യം പറഞ്ഞു നടക്കാൻ ഇന്നും ഇവർ ലജ്ജിക്കുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇവരുടെ വഞ്ചനാപരമായ ഉപദേശങ്ങളിൽ കുടുങ്ങി നിത്യനാശത്തിലേക്ക് പോകാതിരിക്കുവാൻ ഇവരെക്കുറിച്ച് നാം അറിവുള്ളവരാകണം, ബോധവാന്മാരാകണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചില ചോദ്യങ്ങൾ കൂടി. 1, യഹോവ സാക്ഷികളുടെ ചരിത്ര പശ്ചാത്തലം എന്ത്? 2, യഹോവ സാക്ഷികളുടെ പ്രധാന ഉപദേശങ്ങൾ അഥവാ ദുരുപദേശങ്ങൾ ഏതെല്ലാം? ത്രിത്വോപദേശം വചനാനുസരണമാണെന്ന് സ്ഥാപിക്കുക. യേശുക്രിസ്തുവിന്റെ ദൈവത്വം തിരുവചനാടിസ്ഥാനത്തിൽ വിശദമാക്കുക. പരിശുദ്ധാത്മാവിന്റെ ആളത്വം വേദവാക്യങ്ങളിലൂടെ തെളിയിക്കുക. 6, നരകവും ദുഷ്ടന്മാർക്കും ലഭിക്കുന്ന നിത്യശിക്ഷാവധിയും തിരുവചന സത്യങ്ങളാണ് എന്ന് സ്ഥാപിക്കുക. ഒടുവിൽ 7, യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെ സംബന്ധിച്ച് യഹോവ സാക്ഷികളുടെ ഉപദേശം എന്ത്? വചനവിരുദ്ധമാണെന്ന് തെളിയിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം, പഠിക്കണം. ഈ വിഷയങ്ങൾ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നോടോ അല്ലെങ്കിൽ ഈ ക്ലാസ്സിലെടുക്കുന്ന ഏതെങ്കിലും അധ്യാപകർ മുഖാന്തരമോ നിങ്ങൾ ബന്ധപ്പെടണം. ആരും നഷ്ടത്തിലേക്ക് പോകരുത്, നിത്യത്തിലേക്ക് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ വരവ് സമാഗതമായി. കർത്താവ് ദൈവമാണ്. ഒരുങ്ങാം, കാത്തിരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.